السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذين خرجوا من ديارهم وهم ألوف حذر الموت فقال لهم الله موتوا ثم أحياهم إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. وقاتلوا في سبيل الله واعلموا أن الله سميع عليم. من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. صدق الله العظيم. എല്ലാവർക്കും സുഖല്ലേ? അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ബഖറ അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. 242 ആയത്തുകൾ ഇതിനകം കേട്ടു, പഠിച്ചു. എന്താ പറയേണ്ടത്? മനസ്സിലാക്കി എന്നൊക്കെ പറയാം. സംശയ ദൂരീകരണം വരുത്തി. 243, 44, 45 കൂടിയ ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഇദ്ദ, ത്വലാഖ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഇടയിൽ സ്വലാത്തിനെ കുറിച്ച് അതിന്റെ ശ്രദ്ധ, സൂക്ഷ്മത, എന്താണ് സ്വലാത്തുൽ വുസ്ത, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വസിയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോയി. ത്വലാഖിനെ കുറിച്ച് പറയാൻ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇനിയിപ്പോൾ മറ്റൊരു കാര്യത്തിലേക്ക്, ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമല്ല, ഇതൊക്കെയായിട്ട് ബന്ധമുള്ള കാര്യം തന്നെയാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു തന്നിട്ടുള്ള ഈ ശരീഅത്തൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ആവശ്യമായ ഒരു ഒരുക്കം ആണ് ഇനി പറയാൻ പോണത്. ആദ്യം നമുക്ക് ഇതിന്റെ വാക്കർത്ഥം, സാധാരണ പറയാറുള്ള പോലെ തന്നെ ഇതിന്റെ വാക്കർത്ഥം ഒന്ന് പരിശോധിക്കാം. അലം തറ, നീ കണ്ടില്ലേ? ഇലല്ലദീന ഖറജു, പുറത്തുപോയവരുടെ സ്ഥിതി, മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. ദാർ, വീട്, നമ്മൾ പണ്ടേ പഠിച്ചതാ, ദാറുൻ, വീട്, അല്ലെ? വഹും ഉലൂഫുൻ, വഹും, അവര്, ഉലൂഫ് എന്ന് പറഞ്ഞാൽ അലിഫ് എന്നതിന്റെ ജമ്മാണ്. അൽഫ്, അൽഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അയവ, അലിഫ് എന്ന് പറഞ്ഞാൽ 1. എന്നാ പിന്നെ 1 തുടങ്ങേണ്ടി വരും നമ്മള്. അലിഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. 0 ഒരു വിലയില്ലേ?
1000. അലിഫ് ലൈല വ ലൈല എന്ന് പറഞ്ഞാലാണ് 1001 രാവുകൾ എന്ന് പറയുന്നത്. അലിഫ് 1000. മിയ, മിയ എന്ന് പറഞ്ഞാൽ എത്ര? 100. മിഅത്തുൻ ഒന്നും ആരും പറയില്ല. മിയ മിയ എന്ന് പറയും സാധാരണ അറബികൾ. മിയ മിയ. എന്നാ മിയ മിയ എന്ന് പറഞ്ഞാല് 100ക്ക് 100 എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംഗതി. ഗുഡ്. മിയ മിയ എന്ന് പറയും. അലിഫ്, അലിഫ് എന്ന് പറഞ്ഞ 1000. 1000ത്തിന്റെ ബഹുവചനം ആയിരങ്ങൾ, അതാണ് ഉലൂഫ്, ആയിരങ്ങൾ. മിൻ ദിയാരിഹിം, അവരുടെ ഭവനങ്ങളിൽ നിന്ന്, വഹും ഉലൂഫുൻ, അവര് ആയിരങ്ങളുണ്ട്, ഹദറൽ മൗത്ത്, മരണഭയത്താൽ. ഫഖാല ലഹും, അപ്പോൾ അങ്ങനെ എന്നൊക്കെ അർത്ഥം. ഖാല പറഞ്ഞു, ലഹും അവരോട്, അല്ലാഹു, അല്ലാഹു പറഞ്ഞു, മൂത്തു, നിങ്ങൾ മരിക്കിൻ എന്ന് പറഞ്ഞു. മുത്ത് എന്ന് പറഞ്ഞാൽ മരിക്കി, നീ മരിക്കി. മൂത്തു, നിങ്ങൾ മരിക്കി എന്ന് പറഞ്ഞു. സുമ്മ, പിന്നെ, അഹ്യാഹും, അവരെ ജീവിപ്പിച്ചു, അവരെ ജീവിപ്പിച്ചു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലഹു ഫദ്ലിൻ, ഔദാര്യം ഉള്ളവനാണ്, അലന്നാസ്, ജനങ്ങളോട്. വലാകിന്ന, പക്ഷേ, അക്സറന്നാസ്, അധികം ആളുകളും, ലാ യഷ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ല. അള്ളാഹുവിന് ജനങ്ങളോട് ഔദാര്യമുണ്ട്, പക്ഷെ ജനങ്ങളിൽ അധികം പേരും നന്ദി കാണിക്കുന്നില്ല. ഇത് ഒരു വലിയ സംഭവത്തെ കുറിച്ച് പറയാണ്. പക്ഷെ ആ സംഭവം ഇവിടെ പറയണില്ല. സംഭവം പറയേണ്ട ആവശ്യമില്ല. സംഭവം പറയാതെ തന്നെ സംഭവം മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവുക? അതായിരിക്കാം മനസ്സിലാവുക എന്ന് ചോദിക്കരുത്. കാരണം അത് ഓരോന്നിനും ഓരോ പശ്ചാത്തലത്തിലാണ് മനസ്സിലാവുക. ഇപ്പോ നിസ്കരിക്കുമ്പോൾ സഫായിട്ട് നിൽക്കണം, അടുത്തടുത്ത് നിൽക്കണം. അടുത്തടുത്ത് നിൽക്കണ്ടേ? അപ്പൊ ഒരു ഇമാമ് നോക്കുമ്പോ ഓരോരുത്തരും വിട്ടുവിട്ടാ നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഇമാമ നമ്മളോട് പറയാണ്, ഇപ്പൊ മറ്റേതൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അടുത്തടുത്ത് നിന്നൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും കൊറോണ ഒന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. ഇപ്പൊ കൊറോണ ഒന്നും ഇല്ലല്ലോ, കോവിഡ് ഒന്നും ഇല്ലല്ലോ, എന്നല്ലേ നമ്മൾ വിട്ടു നിന്നിരുന്നത്. അപ്പൊ കോവിഡിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ഓർമ്മിക്കുന്നില്ലേ? മൂക്കും വായയും ഒക്കെ മൂടി വന്നില്ലായിരുന്നോ? നമ്മള് കൈ കഴുകിയുള്ള സോപ്പ് മുഴുവനും തീർന്നു. അന്ന് മുതലാണ് ഈ സോപ്പ് കച്ചവടക്കാര് ഇതൊരു നല്ലൊരു ചാൻസ് ആണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ എല്ലാരും അതൊരു ശീലായിപ്പോയി, പിന്നെ കൈ കഴുകല്. അപ്പോ ഇത് നമ്മുടെ മനസ്സിലും നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് സൂചന മതിയാവും, അല്ലെ? ഒരാളിപ്പോ മാസ്ക് ഇട്ടിട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മള് അത് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോ എന്ത് തുടങ്ങിയോ എന്നാ ചോദിക്കുന്നത്? കോവിഡ് തുടങ്ങിയോന്നാണ്, അല്ലാതെ ഇയാൾക്ക് ഗ്യാസ് മുട്ടൽ തുടങ്ങിയോന്നല്ല ഉദ്ദേശം. സംഭവം പറയാതെ തന്നെ നമ്മുടെ ഇടയിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു ബോധം, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ചില സൂചനകൾ മതിയാകും. അങ്ങനെയുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ നിന്റെ നാഥൻ എന്തു ചെയ്തു എന്ന് നീ കണ്ടില്ലേ? ആര് കണ്ടു? എല്ലാരും അല്ല, ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരാൾ പറയില്ല ആ ചോദ്യത്തിന്. നീ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിനക്ക് അറിഞ്ഞൂടെ, നിനക്ക് മനസ്സിലായിക്കൂടെ, അല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, കുറച്ചെങ്കിലും, മുഴുവനില്ലെങ്കിലും. അപ്പോ ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയില്ല ഞാൻ കണ്ടില്ല എന്ന് പറയില്ലല്ലോ. അത് നിനക്കത് അറിയില്ലേ? നീ അതിനെ പറ്റിയിട്ട് വളരെ വ്യക്തത ഉള്ള ആളല്ലേ, അറിഞ്ഞിട്ടില്ലേ?
യെസ്, ഉപ്പു സത്യാഗ്രഹം എന്നൊക്കെ കൂടി പറഞ്ഞാൽ, അപ്പൊ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ വളരെയധികം ചിരപരിചിതമായ, അവർക്ക് നല്ല പരിചയമുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് ഈ സൂചന. അങ്ങനെയാണ് ഈ അസ്ഹാബുൽ ഫീലിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ പറയുന്നത് അതല്ല, ഇവിടെ വേറൊരു സംഭവമാണ് പറയുന്നത്. ഈ സംഭവമാകട്ടെ നമ്മൾ നന്നായി പഠിച്ചതാണ്, നമ്മൾ പഠിച്ച സംഭവമാണ്. നമ്മൾ പഠിച്ചത് അൽ ബഖറയിൽ നിന്ന് തന്നെയാണ്. അൽ ബഖറ എടുത്ത ഒരു ഘട്ടത്തില് നമ്മൾ ഈ സംഭവം തന്നെയായിരുന്നു പറയല്. ആഴ്ചകളോളം അത് പറഞ്ഞിട്ടുണ്ട്. മറന്നുപോയ ആളുകൾ നമ്മുടെ പഴയ ക്ലാസ്സുകളുടെ യൂട്യൂബ് ലിങ്ക് കിട്ടും, അത് കേൾക്കുക. അതില് വളരെ വിശദമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു, പിന്നെ ചോദിച്ചു, ഒരു ഡോക്ടറാണ്, ഞാനായിട്ട് നല്ലൊരു ബന്ധമുള്ള, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നോട് ചോദിച്ചു, പിന്നെ അല്ല, ഈ ഖുറാനിലെ എന്തിനാ അൽബക്കറ, എന്തിനാണ് ഈ അൽബക്കറ? ഭയങ്കര ദേഷ്യത്തിലാ. എന്തിനാ അൽബക്കറ? എന്താ കാര്യം? എന്റെ ഭാര്യ ഖുറാനായിട്ട് വലിയ ബന്ധ, എപ്പോ ഇതന്നെ ഇങ്ങനെ വായിക്കുക, ഇങ്ങനെ പഠിക്കുക. ഖുറാനിൽ എന്തുണ്ട് പറഞ്ഞാലും അതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അത്? എനിക്കും അറിയാം, അവരെ വരനെ എനിക്കറിയാം. നല്ല സന്തോഷമുള്ള കാര്യം. നല്ല സന്തോഷമൊന്നുമല്ല, ബനു ഇസ്രായേലുകളെ ചെയ്തത് കണ്ടില്ലേ, അവരിങ്ങോട്ട് പോയത് കണ്ടില്ലേ, ഇവളെത്ര ആയി ഇത് വായിക്കുന്നത്, ഭർത്താക്കന്മാരെ എങ്ങനെ പരിഗണിക്കണം, അവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഖുറാനിൽ എവിടെ ഉള്ളതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതുണ്ട്, എന്നാ ഒന്ന് പറഞ്ഞില്ലേ, അത് ഓളെ കൊണ്ട് വായിപ്പിക്കട്ടെ. ഇത് ഇവളിങ്ങനെ ഈ ബനു ഇസ്രായേലികളെ ചെയ്തത് കണ്ടില്ലേ, എന്തിനാണ് ഇതൊക്കെ ഖുറാനിൽ? അദ്ദേഹം വിശ്വാസമില്ലാത്ത ആളായതുകൊണ്ടോ ഖുറാനോട് ഇഷ്ടമില്ലായിട്ടൊന്നല്ല, ഇയാൾ അൽബക്കറിനോട് ദേഷ്യം പിടിക്കുള്ളത് ശരിക്ക്. കാരണം ഇതെല്ലാം വായിച്ചിട്ടു അപ്പോ എന്നോട് ചോദിച്ചു ഏത് സൂറത്ത് വായിച്ചാലാണ് ഇപ്പൊ അതൊന്ന് തീരുമാനമായത്. അപ്പൊ ഞാൻ ചിലതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല്, വളരെ വിശദമായിട്ട് ഇതില് ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് പറയുന്നു. നമ്മളെ പെരുമാറ്റം, നമ്മളെ സ്വഭാവം, നമ്മളെ കാര്യങ്ങളൊക്കെ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട വേറെ പാഠങ്ങളുണ്ട്, അത് നമുക്ക് വേറെ തന്നെ പഠിക്കുകയും ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇസ്രായേൽ സമൂഹത്തെ കുറിച്ച് പഠിക്കാതെ ഒരു നല്ല ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ആയി മാറാൻ കഴിയില്ല. ഒരു ഉത്തമ സമൂഹ സൃഷ്ടിക്ക് ഉള്ള നല്ല ഒരു കേസ് സ്റ്റഡിയാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത്. എങ്ങനെ ആവണം ഒരു കൂട്ടര്, എങ്ങനെ ആവരുത് ഒരു കൂട്ടര് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പഠനമാണ് ഇസ്രായേൽ സമൂഹം എന്ന് പറയുന്നത്. ബനു ഇസ്രായേൽ ഇന്നും അവർ തന്നെയാണ് പ്രശ്നം. അപ്പോ ഇവിടെ അതിലേക്കാണ് സൂചന. ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, മക്കയിൽ നിന്ന് ഈ സൂറത്തുൽ ബഖറയുടെ ഈ ഒരു പശ്ചാത്തലം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നല്ലോ, ഹിജ്റ വന്നു, മദീനയിലാണുള്ളത്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാരും ഒന്ന് പോയി കിട്ടി എന്ന സമാധാനത്തിലല്ല അവരുള്ളത്. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ നബിനെ പിന്തുടരൂല്ലല്ലോ അവര്, പോയിക്കോട്ടെ എന്ന് വെക്കൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള് ഹിജ്റ പോകുന്നു എന്ന് അറിഞ്ഞാല് ഓല് പോയിക്കോട്ടെ, നമ്മക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മക്ക് എടുക്കാലോ, ഇതൊക്കെ നമ്മക്ക് എടുക്കാലോ എന്ന് വിചാരിക്കല്ലേ? അങ്ങനെ വിചാരിക്കുന്നതിന് പകരം അവര് പിന്തുടരുകയും യാത്ര മുടക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, അവര് മദീനയിലേക്ക് പോകുന്നത് ആ വഴി അങ്ങ് പോകാനല്ല, അവിടുന്ന് കൂടെ വരാനാണ് എന്ന് ആർക്കറിയാം? മക്കക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഈ കിബില മാറ്റം ഉണ്ടായപ്പോൾ പോലും ഞെട്ടിപ്പോയത്.
കാരണം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്ന് അവിടേക്ക് ഇങ്ങനെ അത് അങ്ങനെ ആ വഴി തന്നെ ആയിക്കോളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് അല്ല ഇങ്ങോട്ട് തിരിഞ്ഞു. ഖിബില അങ്ങോട്ട് തിരിഞ്ഞു എന്ന് കണ്ടപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി ഇത് എന്താണ് അങ്ങോട്ട് വരും മനസ്സിലായി. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ അബൂജഹലും കൂട്ടരും ദാറുൻ നദ്വയിൽ വെച്ച്, അതാണ് കാഫിര്യങ്ങളുടെ ഓഫീസ് മക്കത്ത്, അവിടെ വെച്ചിങ്ങനെ അവരുടെ മജ്ലിസില് അവരിങ്ങനെ നിരന്തരമായ ചർച്ചയാണ്. ഇവരിങ്ങനെ പോയതിനെ കുറിച്ചും ഇനിയിപ്പോ എന്താ ഉണ്ടാവുക, അപ്പൊ ഒരു വരുമല്ലോ, അപ്പൊ അവരെ നമുക്ക് കൈകാര്യം ചെയ്യണം, ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കോലത്തിലാക്കണം, ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കോലത്തിലാക്കുകയും വേണം. മദീനയുടെ പ്രാന്തങ്ങളിലൂടെ ഉള്ള മക്കക്കാരുടെ കച്ചവട യാത്രക്ക് ഒരു കാലത്തും ഇവര് ഭീഷണിയല്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കുറെ അവരുടെ ദുന്യവിയായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വല്ലാത്ത ആലോചനകളിലാണ് അവരുണ്ടായിരുന്നത്. ഇതാണ് പശ്ചാത്തലം. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. ഖുർആൻ എപ്പോഴും ചരിത്രം പറയാ നബിയോ സഹാബത്തോ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴാണ്. നബിയോ സഹാബത്തോ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ ചരിത്രം പറയാണ് ചെയ്യുക. അൽ കഹ്ഫ് അങ്ങനെയാണ്, അൽ ഖസസ് അങ്ങനെയാണ്, ഒക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പിറകിലേക്ക് നോക്കുന്നതാണ്. ഈ ഡ്രൈവർമാരുടെ മുമ്പിൽ കണ്ണാടി കണ്ടിട്ടില്ല നിങ്ങൾ? എന്തിനാണ്? ഇടയ്ക്കിടയ്ക്ക് മുടി നന്നാക്കാനല്ല, പിറകിലുള്ളത് കണ്ടാലാണ് മുന്നോട്ട് മര്യാദയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്, മുന്നോട്ട് പോകാനാണ് ഈ കണ്ണാടി വെച്ചത്. പിറകിൽ കാണേണ്ടത് മുന്നോട്ട് പോകാനാണ്. അപ്പൊ ഇതുപോലെ ചരിത്രത്തിൽ അതാണ് ഖുൽ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ, കഴിഞ്ഞുപോയ സമൂഹത്തിന് എന്ത് പറ്റിയെന്ന് മനസ്സിലാക്കൂ എന്നൊക്കെ നമ്മളോടും പറയുന്നുണ്ട്. സീറൂ, നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് പറയുന്നു. അപ്പോ ആ ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദീർഘകാലം ഈജിപ്തിൽ താമസിച്ചിരുന്ന ഇസ്രയേൽ സമൂഹം. അവര് മുമ്പ് താമസിച്ചിരുന്നത് ഫലസ്തീനിലാണ്. മുമ്പ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബീന്റെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ പേരാണല്ലോ ഇസ്രയേൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ ആ ഭാഗങ്ങളിലേക്ക് പോട്ടെ, അൽ ബഖറ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഭാഗങ്ങളിലേക്ക് പോട്ടെ. അപ്പൊ അങ്ങനെ അവര് പിന്നീട് യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാമിനെ സഹോദരന്മാര് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു, ഇല്ലേ? പൊട്ടക്കിണറ്റിൽ നിന്ന് കച്ചവടക്കാരെടുത്തു, അടിമച്ചന്തയിൽ വിറ്റു. അങ്ങനെയാണ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ ആരെത്തുന്നത്? യൂസുഫ് അലൈഹിസ്സലാം എത്തുന്നത്. അവിടെ നിന്ന് ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായി. കുറ്റമൊന്നും ചെയ്തിട്ടല്ല, കുറ്റം ചെയ്യാത്തതിന്റെ പേരിലാണ്. ജയിലിൽ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളാണ് എന്നുള്ളത് നിങ്ങൾ ആ ചരിത്രം മുതൽ തിരുത്തണം. ജയിലിൽ കിടക്കുന്ന എല്ലാവരും കുറ്റവാളികളല്ല, യൂസുഫ് അലൈഹിസ്സലാം ഉൾപ്പെടെ. കുറ്റം ചെയ്യാത്തത് കൊണ്ട് ജയിലിൽ പോണ്ടി വന്ന പതിനായിരങ്ങൾ അന്നും ഇന്നും എന്നും ഉണ്ട്. അങ്ങനെ ജയിലിൽ വെച്ച് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു. ആ കാരണത്താൽ പിന്നീട് ഒരിക്കൽ അവിടുന്ന് രക്ഷപ്പെട്ടു, അവരെന്നെ തുറന്നു കൊടുത്തു. അങ്ങനെ പിന്നെ വന്നിട്ട് ഈജിപ്തിൽ ഭരണാധികാരിയായിട്ടാണ് മാറുന്നത്. ആ സമയത്ത് യാക്കൂബ് നബിയൊക്കെ ജീവിച്ച നാട്ടില് ക്ഷാമം ഉണ്ടായി. അപ്പോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് വന്നു. അപ്പൊ പാത്രം എടുത്തുവെച്ച് ബിന്യാമിനെ പിടിച്ചു വെച്ച് ഇങ്ങനെ സംഭവങ്ങളാണ്. ഒടുവില് യാക്കൂബ് നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള വലിയ ഒരു എണ്ണം ആളുകളെ ഈജിപ്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെയാണ് ഈ സമൂഹം ഈജിപ്തിൽ എത്തുന്നത്. പിന്നെ അവരവിടെ ജീവിച്ച് പെറ്റുപെരുകി കുറെ കാലമായി. അതുകൊണ്ടാണ് ഈ കിബിത്തികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്നോലാണ് നിങ്ങൾ പോണം, നിങ്ങൾ വന്നോലാണ് നിങ്ങൾ പോണം എന്ന് പറയും. നിങ്ങൾ വന്നോലാണ് പോണം എന്ന് തന്നെ ട്രംപും പറയണത്. അത് തന്നെ മാനം മര്യാദയ്ക്ക് പോയാൽ പോരാ, കയ്യും കാലിനൊക്കെ ചങ്ങലിട്ട് അല്ലേ ആജാദി വിമാനത്തില് കൊണ്ടുവരും.
എന്നാ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മളെ നാട്ടിലുള്ള മൂപ്പര് പറയുന്നത് എന്താ വെച്ചാല് അത് പിന്നെ സ്വാഭാവികമാണല്ലോ എന്നാണ്. അപ്പോ ഇത് എല്ലാ കാലത്തും പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ വന്നവരാണ്, നിങ്ങൾ പോകണം. നമ്മളോട് എത്ര കാലമായി പറയും നിങ്ങൾ പോണം എന്ന് പറയും. അതൊരു പ്രതീകമാണ് ചങ്ങല. നിങ്ങൾ പോണം എന്ന് നമ്മളോട് കുറെ കാലമായി പറയും. അപ്പൊ ഇങ്ങനെ കിബിത്തികളായിട്ടുള്ള അവിടുത്തെ സവർണരാണ് കിബിത്തികൾ. അവരുടെ രാജാവായിരുന്നു ഫറോവ. ഒരു ഫറോവ അല്ല, കുറെ ഫറോവുമാർ. റംസീസ് രണ്ടാമനായിരുന്നു മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്നു പറയുന്നു. മൂസാ നബിനെ എടുത്തു വളർത്തിയ ഫിറോൻ അല്ല പിന്നീട് ഉണ്ടായിരുന്ന ഫിറോൻ എന്നും പറയുന്നുണ്ട്. അയാൾ പോയി വേറെ ആള് വന്നാണ്. എന്തായാലും അതൊക്കെ വിശദാംശങ്ങളിലെ വ്യത്യാസങ്ങളാണ്. ഏതായാലും ആ മർദ്ദക ഭരണകൂടത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാം ഈ കൂട്ടരെ വിമോചിപ്പിച്ചു. നേരെ കൊണ്ടുപോയത് ചെങ്കടലിന്റെ അടുത്താണ്. അവിടുന്ന് അള്ളാഹു വടിയടിക്കാൻ പറഞ്ഞു. കടലിലടിച്ചു, പിളർന്നു. അവര് അക്കരെ കടന്നു. അക്കരെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സീനാ മരുഭൂമി. സീനായിൽ അവരെത്തി. അങ്ങനെ അവരെ കൊണ്ടുപോയി അവർക്ക് ഫലസ്തീൻ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത സ്ഥലം നമ്മൾ കണ്ടില്ലേ? എന്തേനു അതിന് പറയാ? ഒക്കെ മറന്നുപോയി അല്ലേ? ഇനി പോണ്ടെന്നാല് മൗണ്ട് നെബോ. മൗണ്ട് നെബോന്റെ മുകളിൽ ഇങ്ങനെ പോയി നിന്നാല് അങ്ങനെ കാണാം. അതാ ഫലസ്തീൻ, അതാ ഫലസ്തീൻ, അതാന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം. അതാണ് നമ്മൾക്ക് പോകാനുള്ള സ്ഥലം. അപ്പോ ഇവർക്ക് പോകണം എന്നൊക്കെ ഉണ്ട്, അവർക്ക് ഇസ്രായേലിയർക്ക്. പക്ഷേ അവര് പറഞ്ഞു അവിടെയുള്ള ആൾക്കാര് വലിയ മല്ലന്മാരും വലിയ ശക്തിയുള്ള ആൾക്കാരൊക്കെയാണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോയാല് അത് എന്താക്കൂ, നമ്മളെ മേല് വേദന ആവുന്ന ഒരു കാര്യമാണ്. അതെ, അപ്പൊ യുദ്ധം ചെയ്യണം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോണം. അല്ല, ഈയും എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അൻചവ റബ്ബുക്ക, നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോളൂ. എന്നാല ഖായിദു, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അതായത് യുദ്ധമൊക്കെ ചെയ്ത് റൂട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട് വിളിച്ചാൽ ഞങ്ങൾ വരാം. അതുവരെ അധ്വാനിക്കാൻ ഞങ്ങളില്ല. സത്യം പറഞ്ഞാൽ വമ്പിച്ച ഒരു നന്ദികേടാണ് അവർ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞമ്മക്കിപ്പോ ചെങ്കടലിൽ പിളർന്നു എന്ന് പറയുന്നത് നമുക്കൊരു ചരിത്രം മാത്രമാണ്, നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അവരാ പിളർന്ന അതിലൂടെ നടന്ന ആളുകളാണ്, അനുഭവിച്ച ആളുകളാണ്, അല്ലേ? ആ അനുഭവിച്ച ആളുകൾക്ക് അറിയാലോ, ഈ തിരമാലകൾ അലറി വിളിച്ചു വരുന്നതിനെ രണ്ട് മതിൽക്കെട്ടായി മാറ്റി നിർത്തി നടുവിലൂടെ നമ്മൾ നടന്നു വന്നു. അതിനെ പിന്തുടർന്ന ഫറോവയും സൈന്യവും ആ വെള്ളത്തിൽ മുങ്ങി. ഇതൊക്കെ നേർക്ക് നേരെ കണ്ടറിഞ്ഞ് അനുഭവിച്ച ഒരു കൂട്ടർക്ക് പിന്നെ ഈ അമാലിക്കുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മർദ്ദകരോ ആയ ആൾക്കാരോട്, അള്ളാന്റെ റസൂലാണ് കൂടെ ഉള്ളത്, മൂസാ റസൂലുള്ള, അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് പൊരുതിയാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും എന്ന് ഇനി ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെയാണ്. അതാ അവരുടെ ഒരു അങ്ങനെയാണത്. അപ്പൊ അവര് എന്ത് പറഞ്ഞു? നന്ദി കേട് കാണിച്ചു. അങ്ങനെ അവർ പോയില്ല. അങ്ങനെ അവർ പോകാതിരുന്നപ്പോൾ ഇത്രത്തോളം പറഞ്ഞ ആയത്തിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അള്ളാഹു അവരോട് എന്ത് പറഞ്ഞു എന്നറിയോ? ഫഖാല ലഹുമുല്ലാ, അള്ളാഹു അവരോട് പറഞ്ഞു, മൂത്തു, ചത്തോളിയടങ്ങൾ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവര് മരണഭയം കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തു. അപ്പോ നിങ്ങളങ്ങ് മരിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം അത് വാക്കർത്ഥത്തിൽ തന്നെ ആണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരവിടെ മരിച്ചു വീണു എന്നാണ്. അമാലിക്കകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം, ഫിലിസ്ത്യർ. അപ്പോ അതിപുരാതനമായ
ഒരു സംസ്കൃതിയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് മരിച്ചു മരിച്ചു കുറെ കാലം അങ്ങനെ മരിച്ചു കിടന്നു. സുമ്മ അഹ്യാഹു, പിന്നെ അവരെ ജീവിപ്പിച്ചു. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നവരുണ്ട്. ഇതിപ്പോ ഒരു നടക്കണ കേസാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല. ചെങ്കടൽ പകർത്തി അള്ളാഹ്ക്ക്, അല്ലെ, ഗുഹാവാസികളെ കീർത്തി അള്ളാഹ്ക്ക്. കുറച്ച് ആൾക്കാർ മരിച്ചു. പിന്നെ പക്ഷെ ഉലൂഫുൻ, ഒരാളല്ല രണ്ടാളല്ല, ആയിരങ്ങളാണ്. ആയിരങ്ങൾ ഇങ്ങനെ മരിക്കുകയും കുറച്ചു കാലം അങ്ങനെ മരിച്ചു കിടക്കുകയും പിന്നീട് അവർക്ക് ജീവൻ വരികയൊക്കെ ചെയ്ത ഒരു സംഭവം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിലും ബൈബിളിലും മാത്രമല്ല, അത് ഒരു മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമായിട്ട് എന്താവേണ്ടതാണ്, കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ എന്തായിട്ടില്ല, മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറയപ്പെട്ട സംഗതി എന്തായിരിക്കും എന്നതിനെ കുറിച്ചാണ് പിന്നെ മുഫസ്സിറുകൾ പറയുന്നത്. അപ്പൊ അവിടെ പറയണത് എന്താന്ന് വെച്ചാൽ, മൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന രീതിയിലുള്ള ഒരു മരണം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ആലങ്കാരികമായ ഒരു പ്രയോഗമാകാം. ഖുർആൻ തന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, അൽഹംദുലില്ലാഹില്ലദീ, അല്ലെ, അഹ്യാനി ബഅദമാ അമാതനി, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയാറില്ലേ? അപ്പൊ അത് മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചതിനെ കുറിച്ചാണോ പറയാറുള്ളത്? അല്ല, നമ്മൾ ഉറങ്ങിയതിനെ കുറിച്ചാണ് പറയാറുള്ളത്. അപ്പോൾ ഉറക്കത്തെ മരണമെന്നും ഉണർച്ചയെ ജീവിതമെന്നും പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇപ്പൊ ഖുർആനിൽ തന്നെ ഇസ്തജീബൂ ലില്ലാഹി, അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം കൊടുക്കുക, അല്ലെ, റസൂലിന് ഉത്തരം കൊടുക്കുക. ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ, നിങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടി വിളിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇത് ആരോടാ ഈ പറയുന്നത്? അപ്പൊ അത് വാക്കർത്ഥത്തിൽ തന്നെ ഉള്ള ഒരു മരണം, പിന്നെ ജീവിതം എന്നല്ല. അപ്പൊ നിങ്ങളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ നിങ്ങൾ ഉത്തരം കൊടുക്കണമെന്ന് മരിച്ചവരോടാ പറയണത്? അല്ല. പിന്നെ ആരോടാണ് പറയുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൽ, നിർജീവാവസ്ഥയിലായിപ്പോയ, ആ വാക്കിൽ തന്നെ ഉണ്ടത്. ആളിപ്പം നിർജീവമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവനില്ല. അപ്പൊ എന്നാ എപ്പോഴാ മയ്യത്ത് നിസ്കരിക്കുന്നത് ആരോ ചോദിക്കോ? ഇല്ല, അയാളൊന്ന് സജീവമായി കിട്ടേണ്ടതുണ്ട് എന്ന് പറയൂലേ. എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കർത്ഥം എന്താണ്? അയാൾ ജീവൻ കിട്ടണമെന്നാണ്. അപ്പൊ അയാൾ മരിച്ചോന്ന് ആരും ചോദിക്കൂല. അപ്പൊ ഇതുപോലെ ഉള്ള ഒരു പ്രയോഗമാണ് അത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചാവിനടാം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംസ്കാരം അള്ളാഹു താല ഒരുപാട് പ്രവാചകന്മാരെ അയച്ച് അനുഗ്രഹിച്ച ഒരു വലിയ ഒരു സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. ആ സമൂഹം പക്ഷേ ഈ നന്ദികേട് കാണിച്ചപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരവിടെ ആ സീനായിൽ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വന്നു. ഇത്ര കാലം 40 കൊല്ലം അവരിങ്ങനെ അലഞ്ഞു നടക്കും. ഓല് സത്യം പറഞ്ഞാൽ മരിച്ച പോലെ തന്നെ ആയിപ്പോയി. പിന്നെ ഓലക്കൊരു അവര് ചരിത്രത്തിലും ചിത്രത്തിലും ഇല്ല. ഒരു ഡാർക്ക് ആയിട്ട് അവരങ്ങോട്ട് മാറി, അവിടെ ഇരുണ്ടുപോയി. പിന്നെ അവരവിടെ ഇല്ലാത്ത പോലെ ആയിപ്പോയി. അവരെ കുറിച്ച് പിന്നീട് സമൂഹത്തില് ജനങ്ങൾക്കിടയിൽ യാതൊന്നുമില്ല. കാരണം അവരങ്ങനെ അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ അവർ മരിച്ചതുപോലെ. പിന്നീട് ചില ഇടപെടലുകൾ, അത് ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സൂറത്തുൽ കഹ്ഫ് വായിക്കുമ്പോ, ആര് വായിക്കുമ്പോ? അൽ-കഹ്ഫ് വായിക്കണല്ലോ. അൽ-കഹ്ഫ് വായിക്കുമ്പോ അതില് ഒരു ഭൃത്യനെ കുറിച്ച് പറയുന്നുണ്ട്.
മൂസാ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ച് പറയുന്നു, യൂഷ ബിൻ നൂൻ. അദ്ദേഹം നബിയായി പിന്നീട്. അപ്പൊ അദ്ദേഹം വരും, അദ്ദേഹം പ്രവാചകത്വം ഏൽക്കുമ്പോഴൊക്കെ ഉള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചാല് വളരെ ഇസ്രായേല് അതിന്റെ എല്ലാ നന്ദികേടിലുമാണ് ഉള്ളത്. നമുക്കറിയാലോ, അവർക്ക് മഞ്ഞും സൽവയും കൊടുത്തപ്പോ വരെ അവര് ഉള്ളിയും തക്കാളിയും ചോദിച്ച ടീമാണ്. നല്ലതെന്ത് കൊടുത്താലും ഓർക്ക് അത് പോരാ, അതൊക്കെ മടുത്തുപോയി എന്നാണ് അവര് പറഞ്ഞത്. എന്നിട്ട് ഓർക്ക് പയറ് വേണം, ഉള്ളി വേണം, കക്കിരി വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അള്ളെന്ത് പറഞ്ഞു, നിങ്ങള് ഭൂമിയിൽ കൃഷി ചെയ്തുണ്ടായിക്കോളി എന്ന് പറയാണ് ചെയ്തത്. അപ്പൊ ഈ നന്ദികേട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായി, ഷിർക്കുകളിലേക്കൊക്കെ അവരിങ്ങനെ പോയി. അപ്പൊ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ ഇവരൊക്കെ ചെയ്തത്. ഒരു ശംവേലിനെ കുറിച്ച് പറയുന്നുണ്ട്, സാമുവേൽ എന്ന് ബൈബിളിൽ പറയുന്നു. അങ്ങനെ ഇവര് പിന്നീട് ഇവരുടെ ഒരു കാലത്താണ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ സമൂഹത്തിന് ഒരു ജീവൻ വെക്കുന്നത്. അങ്ങനെ അവർ ആദ്യമായിട്ട് മൂസാ നബിയുടെ കാലത്ത് അവർക്ക് ഫലസ്തീനിൽ പോകാൻ കഴിഞ്ഞില്ല. അരീഹ എന്ന് പറയുന്ന അതിപുരാതനമായ ഒരു പട്ടണത്തിലേക്കാണ് പിന്നീട് അവർ ചെല്ലുന്നത്. ഷെറീഖ എന്നാണ് ഇതിന്റെ പുതിയ പേര്, അരീഹ പട്ടണം. അപ്പൊ അവിടേക്ക് അവര് ചെല്ലുകയും പിന്നീട് നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ജാലൂത്തിന്റെ കഥ അല്ലേ, താലൂത്ത്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഴയ വീഡിയോകൾ കാണാം, അല്ലെങ്കിൽ ഇന്നിഞ്ഞ നേരം ഉണ്ടാവില്ല. അവിടെയാണ് ദാവൂദ് അലൈഹിസ്സലാം രംഗപ്രവേശം ചെയ്യുന്നത്. ദാവീദ് എന്നും ഡേവിഡ് എന്നും ഒക്കെ ബിബ്ലിക്കൽ ആയിട്ട് പറയുന്ന സംഗതിയാണ് ദാവൂദ് അലൈഹിസ്സലാം. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ ചവണ പ്രയോഗത്തിൽ വിദഗ്ധനായിരുന്നു. അങ്ങനെ ഗോലിയാത്ത് സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ ദാവൂദ് അലൈഹിസ്സലാം ആണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ വലിയൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ദാവൂദ് അലൈഹിസ്സലാമിന്റെ ഒരു കാലമാണ്, മനോഹരമായ ഒരു സന്ദർഭം. അവിടേക്ക് എത്തുന്നതിനെ കുറിച്ചാണ് സുമ്മ അഹ്യാഹും, പിന്നീട് നാം അവരെ ജീവിപ്പിച്ചു. അപ്പൊ നേരത്തെ മൂസാ നബിന്റെ കാലത്ത് ഈ എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞപ്പോ മരിച്ച ടീമാണ്. അവരെ പിന്നെന്താക്കി, ജീവിപ്പിച്ചു. അങ്ങനെ ജീവിപ്പിച്ച് ദാവൂദ് അലൈഹിസ്സലാം ബൈത്തുൽ മഖ്ദിസിന്റെ ആ നാട്ടിന്റെ ഒക്കെ അധികാരിയായി, ഭരണാധികാരിയായി, ഭരണം നടത്തി, നല്ല ഉഷാറായി. അദ്ദേഹത്തിന് ഒരു മോനുണ്ട്. എന്താ പേര്? ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മോന്റെ പേരെന്തേനും? എന്തോ അല്ലെ, സുലൈമാൻ അലൈഹി ഇസ്ലാം. നിങ്ങൾ അതിയായിട്ട് കേൾക്കണമായിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പേര് കേൾക്കാത്തവരാരുള്ളത്? അദ്ദേഹവും പിന്നീട് ആ ഭരണത്തിന് തുടർച്ചയുണ്ടായി. അദ്ദേഹത്തിന് ഒരുപാട് മുജിസത്തുകൾ ഉണ്ടായിരുന്നു അല്ലെ, ജീവികളുമായിട്ട് സംസാരിക്കാനൊക്കെ കഴിയുന്ന. അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരുന്നു. ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കിയത് ഇബ്രാഹിം നബിയാണ്. അപ്പൊ നിങ്ങൾ പഴയ വീഡിയോ നല്ലോണം കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. എല്ലാം ഇല്ലേ നമ്മളതില്? ഉള്ളില്ലേ? എല്ലാം ഉണ്ട് കേട്ടോ. അത് കേട്ടു നോക്കി, ഏടം മുതലല്ലേ നോക്കി നോക്കി, ഇങ്ങക്ക് വിട്ടു കേട്ടോ. ഏടം മുതലല്ല നോക്കിയിട്ട് അഥവാ ഇത് അതിലില്ലെങ്കിൽ നമുക്ക് അത് വേറെ ക്ലാസ് എടുക്കാം, എന്നിട്ട് റെക്കോർഡ് ചെയ്യാം. മസ്ജിദുൽ ഹറം, പരിശുദ്ധ കഅബ നിർമ്മാണവും ബൈത്തുൽ മഖ്ദിസിന്റെ നിർമ്മാണവും തമ്മിലുള്ള ഇടവേളയുടെ വർഷം വരെ ഞങ്ങളോട് പറഞ്ഞു തന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പോയാൽ കാണുന്ന ബൈത്തുൽ മഖ്ദിസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ എന്ന് വിചാരിക്കരുത്, അങ്ങനെ വിചാരിക്കരുത്. ആ ബിൽഡിംഗ് പലപ്പോഴായിട്ട് തകർക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഭരണം പിന്നീട് അവിടെ. അപ്പൊ അതിനെ കുറിച്ചാണ് അഹ്യാഹും, അവർക്ക് എന്തായി, ഇത് വീണ്ടും
ജീവൻ വന്നു എന്ന് പറയും. ഏത്? അല്ല, അതൊന്നും പറയണില്ല. അപ്പൊ ഇവര് അലഞ്ഞു നടന്നത് 40 കൊല്ലമാണ്. പിന്നീട് അവരെന്ത് ചെയ്തു? ജീവൻ വെച്ചു. ജീവൻ വെച്ചു എന്ന് പറഞ്ഞാൽ അവർ സജീവരായി. അതാണ് ഇദാ ദഅഅകും ലിമാ യുഹയ്യിക്കും, നിങ്ങളെ സജീവരാകുന്നതിലേക്കാണ് റസൂൽ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാന്ന് വെച്ചാല്, അള്ളാഹുവിന്റെ ഒരു നിയമം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിയമം, ഒരു ആഹ്വാനം വന്നിട്ട് അതിനോട് നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അവിടെ മരണഭയം നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ, അവിടെ ഭൗതികത നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ നിങ്ങൾ എന്താവും? നിങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കുക? ആ നിർജീവാവസ്ഥയാണ് സംഭവിക്കുക, മരിച്ചതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ നമ്മൾ നന്നാക്കി മനോഹരമാക്കി പറയുകയാണ്, നിങ്ങൾ മരിച്ചുകൊള്ളുക എന്നൊക്കെ. പോയി ചത്തോളിടാന്നാണിത്. അത്രയും ഒരു വല്ലാത്തൊരു വർത്തനാണ്. അപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ. പശ്ചാത്തലം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാ വരാൻ പോവാണ്. അപ്പൊ വരുമ്പോ നിങ്ങളെ സ്വഭാവം എന്തായിരിക്കണം? ഈ ഒരു മോട്ടിവേഷൻ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം ഫലം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബദറിനുള്ള അനുവാദം കിട്ടിയപ്പോ അൻസാരികളെയും മുഹാജിറുകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹു ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം? ഉടനെ അവര് പറഞ്ഞു, മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞ പോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ എന്ന് ഞങ്ങൾ പറയൂല. ഞങ്ങളെ കടലിലേക്കാണ് റസൂലെ താങ്കൾ നയിക്കുന്നതെങ്കിലും ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ട്. ഞങ്ങൾ താങ്കളോടൊപ്പമുണ്ട്. ഒരാളും കരയിൽ ബാക്കിയാവൂല. ഈ കടലിലേക്ക് നയിക്കുന്നത് കൊണ്ടല്ല. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ പറയല്ലേനോ, ഓ എന്തു പറഞ്ഞാൽ കെട്ടി ചാടാൻ പറഞ്ഞാൽ ഈ ചാടോ എന്ന് ചോദിക്കൂലേനോ? കിണറ്റി ചാടാൻ ഒരാളും പറയില്ല ബുദ്ധിയുള്ള. അങ്ങനെ ചാടാനും പാടില്ല. പക്ഷെ ഒരാളെ അങ്ങേയറ്റം അയാൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, അവൻ കെട്ടി ചാടാൻ പറഞ്ഞ ചാടുവോ? ഇതേപോലുള്ളൊരു ശൈലിയാണ്. അള്ളാഹുവിന്റെ ദൂതരെ അങ്ങ് ഞങ്ങളെ കടലിലേക്ക് നയിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്യും? കൂടെ ഉണ്ടാവും. അത്ര തിളക്കമുള്ള അനുസരണം അനുയായികൾ പ്രകടിപ്പിച്ചു. ഇസ്ലാമിലെ യുദ്ധം വെറുതെ ഉണ്ടാകണമല്ല. അന്യമതക്കാരോട് ഇസ്ലാമിൽ യുദ്ധമില്ല. മറ്റു മതസ്ഥരോട് അവർ മറ്റു മതസ്ഥരാണ് എന്നതിന്റെ കാരണത്താൽ യുദ്ധമില്ല. അങ്ങനെ യുദ്ധം ഉണ്ടാകുമായിരുന്നെങ്കിൽ മദീനയിൽ തന്നെ ജൂതരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, അഗ്നി ആരാധകരുണ്ട്. ബദറിലേക്ക് എന്തിനാ പോയത്? മദീനയിൽ നിന്ന് കുറെ പോണം ബദറിലെത്താൻ. അപ്പോ എന്തിനാണ് യുദ്ധം? സ്വന്തം രാജ്യത്തെ പൗരന്മാരെയും ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് യുദ്ധം. അതിനാണ് അനുവാദം കൊടുത്തത്. മറ്റു മതസ്ഥർക്കെതിരാണ് യുദ്ധം എന്നത് പിൽക്കാലത്ത് കെട്ടിച്ചമച്ച കാര്യമാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല തെളിവ് യുദ്ധം നടക്കേണ്ടത് മദീനയിൽ തന്നെ ഉള്ള വിശ്വാസികളല്ലാത്ത ആൾക്കാരോടായിരുന്നു. പക്ഷെ അവരോടൊന്നും യുദ്ധമല്ല. അവരെയും കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വന്ന ഒരു ടീമിനോടാണ് യുദ്ധം ചെയ്യുക. അതുകൊണ്ടാണ് ബദറിലേക്ക് പോയത്. ഒന്നത്. മറ്റൊന്ന്, ഇസ്ലാമിൽ യുദ്ധം ഉണ്ടാവുക എന്തിനാന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടർക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം ആയുധം പ്രയോഗിക്കും, ശക്തി പ്രയോഗിക്കും. പക്ഷെ അത് തന്നെ ചെയ്യേണ്ടത് ആരാണ്, എങ്ങനെയാണ്, മുൻഗണന എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ അധ്യാപനങ്ങൾ ഉണ്ട്. അങ്ങനെ അത് ചെയ്യുള്ളൂ. അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ. വഖാതിലു ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക കൽപ്പനയാണ്.
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന കൽപ്പന ഉണ്ടല്ലോ. അപ്പൊ എന്നാ പിന്നെ എപ്പോഴും യുദ്ധം തന്നെയാണോ? അല്ല. ഏതുപോലെ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് ആള് മരിച്ചാലല്ലേ നിസ്കരിക്കേണ്ടുള്ളൂ. മയ്യിത്ത് നിസ്കരിക്കുക എന്നും പറഞ്ഞിട്ട് എല്ലായ്പ്പോഴും മയ്യിത്ത് നിസ്കരിക്കൂല. പെരുന്നാൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പെരുന്നാളായാലേ നിസ്കരിക്കുള്ളൂ. ഗ്രഹണം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രഹണം ഉണ്ടായാലാണ് നിസ്കരിക്കുക, അല്ലെ? ഇതേപോലെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് യുദ്ധം ചെയ്യണ്ട. യുദ്ധം ചെയ്യാൻ ഉള്ള സാഹചര്യത്തിൽ അത് ചെയ്യണം. അന്നേരം എന്ത് ചെയ്യരുത്? മാറി നിൽക്കരുത്. അന്നേരം അത് ചെയ്യണം. അത് ചെയ്യാനുള്ള സമയമായിരുന്നു. വഅലമു അന്നല്ലാഹ സമീഉൻ അലീം. അറിയുക, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മൻ ആരാണ്? ദല്ലദീ യുഖ്രിദു കടം നൽകുന്നവൻ ആരാണ്? അല്ലാഹ അള്ളാഹുവിന്. അല്ലാഹ എന്നത് അല്ലാഹ എന്ന് തന്നെ വായിക്കണം, അല്ലാഹു എന്ന് വായിക്കരുത്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ അള്ളാഹുവിന് കടം നൽകുന്നവൻ ആരാണ്? ഖർളൻ ഹസന നല്ല കടം. നല്ല കടം. എന്താ നല്ല കടം? നല്ല കടം ഇപ്പൊ നമ്മള് ചോറക്കാന് അരി കടം ചോദിച്ചു വന്ന ഒരാൾക്ക് അരി കടം കൊടുക്കുമ്പോ നല്ല അരിയും കൊടുക്ക, ഒയന്ന അരിയും കൊടുക്ക. ഒയന്ന അരി കൊടുക്കാൻ തോന്നുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇതെന്തായാലും തിരിച്ചു വരൂലെന്ന് ഉള്ളപ്പോഴാണ് പോട്ടെ വിചാരിച്ചിട്ട് കൊടുക്കുക. ഖർളൻ ഹസന ഏറ്റവും നല്ലത് കൊടുക്കുക. എപ്പോഴാണത്? ഇതിനൊരു പരിക്കും പറ്റാതെ ഉത്തരവാദിത്തത്തോടെ തിരിച്ചു കൊണ്ടുവരും എന്ന സമയത്ത്. ചില പോരലൊക്കെ 2 കൊടുകൾ ഉണ്ടാവും, 3 ഉണ്ടോലെ. അതിലൊന്ന് പൊട്ടയ്ക്കും. അയൽവാസി കാട് കെട്ടാൻ വേണ്ടി കടം ചോദിക്കാൻ വരുമ്പോ കൊടുക്കാനുള്ളതാണ്. കാരണം അതോ കൊണ്ട് ഈ കല്ലുമ്മ കൊത്തു, അത് ശ്രദ്ധിക്കൂല. പക്ഷെ ഓൻ കൂടാള് ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കാനും പറ്റൂല. അതുകൊണ്ട് ഓന് കൊടുക്കാനായിട്ടുള്ള ഒരു കൊടി. നമ്മളെ പോലെയൊക്കെ 2 ഉള്ളതാണ്, ടീച്ചറാണ് 3 ഉണ്ട്. അപ്പൊ എന്താ കാര്യം? അതേ സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ആള് അങ്ങനെയുള്ള ആളല്ല. അയാളത് ശ്രദ്ധിക്കും, സൂക്ഷിക്കും, നമ്മളെക്കാൾ സൂക്ഷിക്കും. എന്നാണെങ്കിൽ നമ്മള് നല്ലത്. ഖർളൻ ഹസന. അള്ളാഹുവിന് കൊടുക്കേണ്ടത് വക്ക് പൊട്ടിയതും നരച്ചതും നൂല് പൊന്തിയതൊന്നും അല്ല, നല്ലത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നല്ലത് കൊടുത്താൽ സാധാരണ കടം തിരിച്ച് അത്ര തന്നെ കിട്ടേണ്ടതുള്ളല്ലോ. പക്ഷെ അവന് വേണ്ടി അപ്പോൾ അള്ളാഹു അത് ഇരട്ടിപ്പിക്കും. അൽആഫൻ കസീറ, ഒരു ഇരട്ടിയല്ല, അനേകം ഇരട്ടിയായിട്ട്. അള്ളാഹുവിന് ആരെങ്കിലും ഈ കടം കൊടുക്കുക എന്ന് പറയുമ്പോ അള്ളാഹ് തന്നത് തന്നെയാണ്. അള്ളാഹ് തന്നത് തന്നെയാണ്. വാപ്പന്നെ വാങ്ങിക്കൊടുത്തത് മൂക്ക് പണ്ടൊക്കെ. പക്ഷെ വാപ്പ മോളോട് പറയാണ് ആ ചേനിക്കൊന്ന് തൽക്കാലം കൊണ്ട എന്ന് പറയില്ല. അള്ളാഹു തന്നെയാണ് നമുക്ക് തന്നത്. 100% നമ്മളെ കയ്യിലുള്ള റബ്ബിന്റെ അടുത്ത്. വല്ലാഹു യഖ്ബുദു വയബ്സുതു, അവനാണ് പിടിച്ചു വെക്കുന്നവനും വിട്ടുകൊടുക്കുന്നവനും. നമ്മളിപ്പോ ഇനി കൊടുക്കൂല എന്ന് വിചാരിക്കുക, നമ്മളെ പൈസ നമുക്ക് പിടിച്ചു വെക്കാനൊന്നും കഴിയൂല, അതൊക്കെ പോവുക ചെയ്യും. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവൻ അള്ളാഹു ആണെങ്കിലും അള്ളാഹു നമ്മളെ ആദരിച്ച് നമുക്കിപ്പോ ഒരു സാധനം അള്ളാഹു തന്നിട്ട് അള്ളാഹ് അങ്ങോട്ട് പിടിച്ചെടുക്കല്ല. അത് വളരെ മാന്യമായി നിങ്ങൾ കൊണ്ട. അത് അള്ളാഹുവിന് വേണ്ടിയല്ല ഈ കടം കൊടുക്കുന്നത്, നമുക്ക് വേണ്ടി തന്നെയാണ്. അതൊരു ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന വിഭവങ്ങൾ
അള്ളാഹുവിന്റെ അടുത്ത് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ വ്യക്തികൾക്കാണല്ലോ കടം കൊടുക്കാൻ പേടി. കാരണം എന്താണ്? കടം കൊടുത്താൽ ആ പൈസയും പോവും, ആ ആളും പോവും. പൈസ മാത്രല്ല പോവാ, ആ ബന്ധവും പോവും. പിന്നെ ആ പീടിയെന്ന് സാധനം തന്നെ വാങ്ങണില്ലാണ്ടാവും. ആദ്യം ആവുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയേനു, പീടിയെന്ന് കടം കൊടുത്തപ്പോ പിന്നെ എന്തായിന്ന് വെച്ചാല് അപ്പുറത്ത് വേറെ പീടിയ ഉണ്ടല്ലോ, അവിടെ നിന്നും വാങ്ങും. ഇതുകൊണ്ടൊക്കെയാണ് കടം കൊടുക്കാൻ മടിക്കുന്നത്. 10,000 റുപ്യ കടം ചോദിച്ചു വരുന്ന ആൾക്ക് ഒരു 500 റുപ്യ വെറുതെ കൊടുക്കുന്ന ഒരാൾ എനിക്കറിയാം. തരണ്ടാറ്, കാരണം ഈ ബാക്കി ഉണ്ടായിക്കോ. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ കടം കൊടുത്താൽ തെറ്റും എന്നതുകൊണ്ടാണ്, വിശ്വാസ്യത തകർന്നത് കൊണ്ടാണ്. വെറുതെ കൊടുക്കുന്നതിനേക്കാൾ പുണ്യമാണ് യഥാർത്ഥത്തിൽ കടം കൊടുക്കൽ, എന്നെ ഇരട്ടിക്കൂലുണ്ട്. പക്ഷേ പരസ്പര വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? അവിടാണ് എന്റെ പ്രശ്നം. ഈ വിശ്വാസ്യത ഉള്ള ഒരു ലോകത്താണല്ലോ ഇതിനൊക്കെ സംഗതി. അതേ സമയത്ത് ബാങ്കിൽ പൈസ ഇടുന്നതിന് നമുക്ക് സാധാരണ നിലക്ക് ബേജാറുണ്ടാവലില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതാണ് ഉണ്ടാവും, നമുക്ക് പോകുമ്പോ എടുക്കാം എന്നതുകൊണ്ടാണ്. അത് അവിടെ ഉണ്ടാവും എന്ന വിശ്വാസ്യതയ്ക്ക് 1% സംശയം വന്നാൽ ഉടനെ പോയി നമ്മൾ പിൻവലിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചില ബാങ്ക് പൊളിയുന്നത്. ഒരു 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 പ്രചരണം ഉണ്ടായി, ആ ബാങ്ക് പൊളിയാൻ പോകട്ടോ എന്നൊരു പ്രചരണം ഉണ്ടായാൽ ഉടനെ പോയിട്ട് ആളുകൾ എന്ത് ചെയ്യും? പൈസ പിൻവലിക്കാൻ പോയാണ്. പൈസ ഉണ്ടാവുമോ? കളക്കല്ലാണ് ഉണ്ടാവും. പൈസ ഒരു പഴയ സംഗതിയിലും ആയിരിക്കും. അപ്പൊ എല്ലാരും പൈസ ചോദിക്കുമ്പോൾ ബാങ്ക് പൊളിയും. അപ്പൊ എല്ലാവർക്കും ഉള്ള പാഠം എന്താന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് ഉള്ള ഒരു ട്രസ്റ്റ്, ആ ഒരു ഉറപ്പുള്ളപ്പോ നമുക്ക് പൈസ നിക്ഷേപിക്കാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ഇടയ്ക്ക് ബാലൻസ് ഒക്കെ നോക്കുമ്പോ തിരക്കില്ല എന്നിങ്ങനെ തോന്നും. അതേ സമയത്ത് തിരിച്ചു കിട്ടൂല എന്നാണെങ്കിലാണ് നമുക്ക് എന്താകുന്നത്? ബേജാർ. ഇത് അള്ളാഹുവിലുള്ള നിക്ഷേപമാണ്. ഇത് തിരിച്ചു കിട്ടാതിരിക്കുക എന്നൊരു സംഗതിയേ ഇല്ല. പക്ഷെ അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് തന്നത് മാത്രമല്ല തിരിച്ചു തരിക, അനേകം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അതെ. അപ്പൊ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കുക? അള്ളാഹു എവിടെയുള്ളത്? നമുക്ക് പോയിട്ടുണ്ടോ കൊടുക്കാൻ പറ്റും? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ചെയ്യാം, വഖഫ് ചെയ്യാം, സ്വതഖ ചെയ്യാം, പള്ളിക്ക് കൊടുക്കുക, മദ്രസക്ക് കൊടുക്കുക, ഖുർആൻ സ്റ്റഡിക്ക് കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായിട്ട് തരും എന്ന് പറഞ്ഞാൽ അള്ളാഹു ദുനിയാവുന്നും തരും, പരലോകത്തുനിന്നും തരും. പരലോകത്ത് കറൻസി ആവശ്യമില്ല, ഇവിടെ തന്നെയും കറൻസി ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോ കറൻസി ഉണ്ടായാൽ തന്നെ അത് നിലനിൽക്കുന്നത് ഒരു പ്രോമിസിലാണ്. നമ്മളെ ഭരണാധികാരി നട്ടപ്പാതിരക്ക് ഒരു ദിവസം എന്താക്കിയത്? 1000 റുപ്യ പിൻവലിച്ചത്. അതോട് പിന്നെ ആ കടലാസിന് ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല. അന്ന് രാത്രി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഇറങ്ങിയ ഞാൻ 1000-ന്റെ 500-ന്റെയും 2-3 നോട്ട് കീശയിൽ ഉണ്ടായിട്ട് ഓട്ടോറിക്ഷ വിളിക്കാന് പൈസ ഇല്ലാണ്ട് കടം വാങ്ങി. അന്ന് രാത്രിത്തെ സംഭവം പറയാം. മാനന്തവാടിയിൽ നിന്ന് ബസ് കയറുമ്പോ എന്റെ കയ്യിലുള്ളത് മുഴുവൻ ചില്ലറയായിരുന്നു, 50-100-ന്റെ ഒക്കെ നോട്ട്. ഇത് വെറുതെ വെച്ചക്കണ്ടല്ലോ, വെച്ചക്കാൻ സുഖമാണല്ലോ എന്നുള്ളവർക്ക് ബസ്സിൽ കൊടുത്തിട്ട് 500,000 കീശലിട്ട. ആ ബസ് കോഴിക്കോട് എത്തിയപ്പോഴുള്ള കഥയായി പറയുന്നത്, ഈ 2 സാധനം എടുക്കൂ. എന്താ ചെയ്യാ? കോഴിക്കോട്ട് അങ്ങാടി ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ആരോട് പോയി ചോദിച്ചാലും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം. അപ്പൊ ഈ കടലാസിന്റെ വില അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുകളിലുള്ള പ്രോമിസ് ആണ് യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ദുനിയാവിൽ തന്നെയും കറൻസി എന്നതല്ല, അതിനപ്പുറത്താണത്. അപ്പൊ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ തരും. അത് വിഭവങ്ങളായിട്ടായിരിക്കാം, മനഃശാന്തി ആയിട്ടായിരിക്കാം, ടെൻഷൻ ഫ്രീ ആയിട്ടായിരിക്കാം, രോഗമില്ലാത്ത ആരോഗ്യം തന്നുകൊണ്ടായിരിക്കാം, ബന്ധങ്ങളിൽ ദൃഢത തന്നുകൊണ്ടായിരിക്കാം. അതിനൊക്കെയാണ് നമ്മൾ ബർക്കത്ത് എന്ന് പറയാം. ചെറിയ ശമ്പളത്തിൽ കാണാൻ ചില ആൾക്കാർ സമാധാനത്തിൽ ജീവിക്കുന്നു. എന്തൊരു രസാണ് അവിടെ. നേരെ മറിച്ച് ഇപ്പുറത്ത് ഒരു സമാധാനമില്ല. അപ്പോ
ഈ സമാധാനം പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടൂല, അത് വേറെ കിട്ടേണ്ടതാണ്. അപ്പൊ അള്ളാഹു നമുക്ക് ഏറ്റവും കൂടുതൽ തരും. നമുക്ക് ശരിക്കും എന്തിനാണ് ഈ സമ്പത്ത് എന്ന് പറയുന്നത്? സുഖം കിട്ടാനാണ്. ആ സുഖം അള്ളാഹ് തരാണെങ്കിൽ പിന്നെ ഇതിനോടെന്താ? അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ചെലവിന്റെ അപകടം എന്താന്ന് വെച്ചാല്, നമ്മൾ ഈ പൈസ ചെലവാക്കുമ്പോ ചില ആൾക്കാര് പറഞ്ഞു പോകും അബദ്ധങ്ങൾ. ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം. നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് പോയി, നമ്മളെ മഹലിന് ഇന്ന ആവശ്യമുണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പിന്നെ സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ് അള്ളാഹു താല നിങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ തരും ഇതിന്. ഇയാൾ പൈസ എടുത്ത് വന്നിട്ട് പറയാണ്, ആ അള്ളാന്റെ പ്രതിഫലമൊക്കെ അടുക്കട്ടെ, നിങ്ങളിപ്പോ തൽക്കാലം ഇത് വെച്ചോളി. അയാൾക്ക് പൈസയും പോയി. കാരണം നിങ്ങൾ വന്ന സ്ഥിതിക്ക് സംഭാവന എഴുതിക്കോളാം, അതൊക്കെ ഇപ്പോ എല്ലാവർക്കും അറിയാലോ. പ്രതിഫലം ഇപ്പൊ എനിക്ക് കണ്ടമാനം അല്ലാണ്ട് കിട്ടാണ്ട് ഇതിപ്പോ ഇത് തന്നിട്ടൊന്നും വേണ്ട എന്ന് പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ നഷ്ടക്കച്ചവടമാണ് അയാൾ ചെയ്യുന്നത്. ശരിക്കും അയാളുടെ നിലപാട് എന്തായിരിക്കണം? വന്ന എന്റെ മുഞ്ച് കണ്ടിട്ടൊന്നല്ല, എനിക്ക് അള്ളാന്റെ അടുത്തൊന്നും കിട്ടാനാണ്. അതുകൊണ്ട് നീ ചോദിക്കാൻ വരുമ്പോ കാറിൽ വന്നാലും ശരി, നടന്നു വന്നാലും ശരി, നിങ്ങൾ എല്ലാവരും കുറെ ആൾ വന്നാലും ശരി, നിങ്ങൾ ഒറ്റക്ക് വന്നാലും ശരി, ഇത് ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ അടുത്തും പ്രതിഫലം കിട്ടാനാണ് ഞാൻ തരുന്നത് എന്നതായിരിക്കണ്ടേ അദ്ദേഹത്തിന്റെ നിലപാട്. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഈ പറഞ്ഞത് അൽആഫൻ കസീറ, ധാരാളമായിട്ട് ഇരട്ടി ഇരട്ടിയായിട്ട് കിട്ടും. ഇത് പറയാനുള്ള ഒരു പശ്ചാത്തലം ഇവിടെ എന്താന്ന് ചോദിച്ചാൽ, ഖിതാൽ എന്ന് പറയുന്ന, യുദ്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഏറ്റവും കൂടുതൽ ചെലവ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ചെലവ് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിന് നിങ്ങൾ ശരീരം മാത്രം കൊടുത്താൽ പോരാ. ഇവരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്വഹാബിമാർ, ബദറിലേക്ക് പോയ ബദരീങ്ങൾ, അവരുടെ ശരീരം എന്തായാലും കൊടുക്കുകയാണ്. ശരീരം മാത്രം പോരാ, പൈസയും കൂടി ഇങ്ങോട്ട് തരി, സമ്പത്തും വേണം എന്നാണ്. ഞാൻ വരികയും വേണം, പൈസയും തരണം. അതെ, നിങ്ങളെ ശരീരവും വേണം, സമ്പത്തും വേണം. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് അവസാന ഒരു വാക്ക് വ ഇലൈഹി തുർജഊൻ, നിങ്ങള് വേറെ വഴിക്കൊക്കെ പോവല്ല ചെയ്യാ. വ ഇലൈഹി തുർജഊൻ, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി. നിങ്ങൾ അവന്റെ അടുത്തേക്ക് തന്നെയാണ് മടങ്ങി പോകുന്നത്. അപ്പൊ ജീവിതത്തില് നമ്മുടെ ദിശ നിർണയിക്കാൻ ഈ ഒരൊറ്റ വാക്ക് മതി. ഖുർആനിന്റെ ഒരു പ്രത്യേകതയും മുഅ്ജിസത്തും കൂടിയാണത്. ഒരു വാക്ക് മതി, ഇലൈഹി തുർജഊൻ. മനുഷ്യൻ നന്നായില്ലേ? ഇപ്പൊ നമ്മള് ദുന്യവിയായ ഭൗതികമായ പല നന്ദികേടുകളുടെയും കാരണം യഹ്സബു അന്നമാലഹു അഖ്ലദ, അവന്റെ സമ്പത്ത് അവനെ ശാശ്വതനാക്കുന്നു എന്നവൻ കരുതുന്നു. നമ്മൾ കുറെ കാലം കൂടി ഇവിടെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു എന്നുള്ളതാണല്ലോ. തിരിച്ച് അവന്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകാനുള്ളത്. ഇപ്പൊ ഖബറിൽ ആരും ഉണ്ടാവൂല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് പോലും ഉണ്ടാവൂല. അവിടെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും നമ്മുടെ സ്വതക്കയും മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളുടെ വാക്കുകൾ നന്നായാൽ അത് ഖബറിൽ നമുക്ക് ഗുണം ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായാൽ ഖബറിൽ ഗുണം ചെയ്യും. അപ്പൊ നിങ്ങൾ തിരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ്. അപ്പൊ അള്ളാഹുവിന് പൊരുത്തമുള്ളത് ചെയ്യുക, അവിടെയാണ് അതിന്റെ സംഗതി. നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ വേറെ ഏതോ വഴിക്കാണ് പോണതെങ്കിൽ അതേപോലെ അല്ലല്ലോ. നമ്മൾ തിരിച്ച് ഇലൈഹി തുർജഊൻ, നിങ്ങൾ തിരിച്ചു വരുന്നത് അള്ളാഹുവിന്റെ അടുത്തേക്കാണ്, മടങ്ങി ചെല്ലേണ്ടത് അവന്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക, ചെലവഴിക്കുക എന്നാണ് ഈ പറയുന്നത്. 245 അവിടെ അവസാനിക്കുന്നു. 246 മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ചകളിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ റെഫറൻസ് നോക്കുന്നത് നല്ലതാണ്. പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഭദ്രമായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ അത് ഉപകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന
تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.